നമസ്കാരം, എൻ്റെ പേര് മാധവ് എസ്. ഞാൻ മേരിമാത പബ്ലിക് സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഇന്ന് ഞാനിവിടെ വായിക്കാൻ പോകുന്നത് ഒസീഞ്ഞോ പരിഹാസം പായസമാക്കാം എന്ന കൊച്ചേട്ടൻ്റെ കത്താണ്. പ്രിയ DCL കൂട്ടുകാരെ, അർജന്റീനയും കാബോ വെർദെയും തമ്മിലുള്ള ആവേശ പോരാട്ടം അന്ത്യത്തോടടുക്കുകയാണ്. അമേരിക്കയിലെ മിയാമി സ്റ്റേഡിയം 2026 ഫിഫ വേൾഡ് കപ്പിലെ ഏറ്റവും വികാരഭരിതമായ രംഗങ്ങൾ സാക്ഷ്യം വഹിക്കുകയാണ്. ജനകോടികളുടെ രോമാഞ്ചമായ കാൽപന്ത് കളിയുടെ മഹാരാജാവായ ലിയണൽ മെസ്സിയുടെ 5 ലിയണൽ മെസ്സി ആദരിക്കുകയാണ്. കുറ്റിത്താടിയും ചുളുങ്ങിയ മുഖവുമായി ഒരു മനുഷ്യൻ നിന്ന് കരയുകയാണ്. 5 ലക്ഷത്തിലധികം മാത്രം ജനങ്ങൾ തൻ്റെ കൊച്ചു രാജ്യത്തിൽ വിലാസം ആകാശമുയർത്തിയ കളിക്കളത്തിലെ ആ കാരണവരുടെ പേര് ജോസ്മിർ ജോസെ എവറ ഡിയാസ് എന്നാണ്. എന്നാൽ അയാൾ ഇന്ന് ലോകത്തിന് മുമ്പ് അറിയപ്പെടുന്നത് കുഞ്ഞു മുത്തശ്ശി എന്ന അർത്ഥം വരുന്ന ഒസീഞ്ഞ എന്ന ഓമനപ്പേരിലാണ്. 1986 ജൂൺ 3 കേബോ വെർദെ രാജ്യത്തിലെ സാവോ വിസന്റ് ദ്വീപിലെ അതിദരിദ്രനായി ജനിച്ച ഒസീഞ്ഞയാണിത്. പിതാവ് പട്ടാളത്തിലും അമ്മ കൂലി വേലയ്ക്കും പോയ നാൾ മുതൽ മുത്തശ്ശനും മുത്തശ്ശിയും വളർത്തിയ തൻ്റെ പേരിൽ കുഞ്ഞു മുത്തശ്ശി എന്ന കളിപ്പേര് സ്വന്തമാക്കി ഔദ്യോഗിക പേരായി മാറ്റിയ ഒസീഞ്ഞയാണിത്. ഫുട്ബോൾ കളിയോടും അടങ്ങാത്ത അഭിനയവിഷയം മൂലം കളിക്കളം കിടപ്പാടമാക്കിയെങ്കിലും ഉയരക്കുറവ് മൂലം പരിശീലകർ പരിഹസിച്ചു വിട്ട ഒസീഞ്ഞയാണിത്. കാൽപന്ത് കളിയുടെ വൈഭവം പാദങ്ങളിൽ തുടുതുടുത്തപ്പോഴും ഉപജീവനത്തിനായി ബസ് ഡ്രൈവറും ഇലക്ട്രീഷ്യനും കൂലിപ്പണിയെടുത്തും ഒസീഞ്ഞയാണിത്. എന്നാൽ 20ാം വയസ്സിന് മുന്നേ തന്നെ 6.3 അടി ഉയരം നേടി അംഗോള, മസ്ഡോണിയ, സൈപ്രസ്, സ്ലോവാക്യ, പോർച്ചുഗൽ തുടങ്ങിയ നിരവധി രാജ്യങ്ങളുടെ ടീമുകളിൽ കളിച്ച് ജയിച്ച് 2026 ഫിഫ ലോകകപ്പിലെ രോമാഞ്ചമായ സൂപ്പർ ഗോൾ കീപ്പർ ഒസീഞ്ഞയാണിത്. പ്രിയ കൂട്ടുകാരെ, ഒസീഞ്ഞോ എന്ന കാൽപന്ത് കളിക്കാരൻ തൻ്റെ കൈകൾ കൊണ്ട് തട്ടിയെറിഞ്ഞ മെസ്സിയുടെ ഉൾപ്പെടെ ലോക താരങ്ങളുടെ ചാട്ടുളി പന്തുകളായിരുന്നു. അല്ല. കളിക്കളത്തിൽ അയാൾ സാഗൂതം ശ്രദ്ധം ഗോൾമുഖത്ത് മിഴി പൂട്ടാതെ നിന്ന് നാനാവശങ്ങളിലും പലരും വീശിയടിച്ച പന്തുകൾ കൃത്യമായി തട്ടി മാറ്റിയിട്ടുണ്ട്. എന്നാൽ അതിനു മുന്നേ തന്നെ അയാൾ പലരും തനിക്ക് നേരെ വലിച്ചെറിഞ്ഞ പരിഹാസങ്ങളും ആക്ഷേപത്തിൻ്റെയും ആരോപണങ്ങളും തട്ടിമാറ്റിയിട്ടുണ്ട്. കൗമാരത്തിൽ കളിക്കളത്തിലേക്ക് കുള്ളൻ വിളികളെ അയാൾ തട്ടിത്തെറിപ്പിച്ചു. പൊക്കക്കുറവിൻ്റെ കളിപ്പേരുകൾക്കപ്പുറം മുത്തശ്ശിയെയും മുത്തശ്ശനെയും ദൈവത്തെ പോലെ അനുസരിച്ച് കൂട്ടുകാരെ വിളിച്ച് കുട്ടി മുത്തശ്ശി എന്ന് പരിഹാസപ്പെടുത്തിയ തൻ്റെ ജീവിതം മധുരത്തിൻ്റെ പായസമുണ്ടാക്കി. തന്നെ തളർത്താനും പരാജയപ്പെടുത്താനും ശ്രമിച്ചവരെ അരികിൽ വലിച്ചെറിഞ്ഞ് അവരുടെ പ്രതിരോധത്തെ ആഹാരമാക്കി. കൂട്ടുകാരെ ജീവിക്കാനും അതിജീവിക്കാനും നിങ്ങൾ പരിശ്രമിക്കുമ്പോൾ നിങ്ങളുടെ പരിസരത്ത് നിന്ന് ഉയരുന്ന പരിഹാസങ്ങളെ പായസം പോലെ രുചിച്ചു നോക്കാൻ നിങ്ങൾക്ക് കഴിയും. ഗാലറികളിൽ ഇരുന്ന് കമൻ്റ് അടിക്കുന്നവരും മെയ്യണങ്ങി കളിക്കുന്നവരും എല്ലാം വെറും കാണികൾ മാത്രമല്ല. നിങ്ങളുടെ വിജയത്തിനെ കളിക്കാൻ നിങ്ങൾ മാത്രമേ എന്നറിയുക. വിജയാശംസകളോടെ, സ്വന്തം കൊച്ചേട്ടൻ.